അനിശ്ചിതത്വത്തിന്റെ 10ാം നാളിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന സൂചന. ദീപാദാസ് മുൻഷി കോൺഗ്രസ് ആസ്ഥാനത്ത്. കേരളത്തിലേക്കുള്ള യാത്ര അവസാന നിമിഷം റദ്ദാക്കി. പ്രതീക്ഷ കൈവിടാതെ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും. മുഖ്യമന്ത്രിയെ ഇന്ന് തന്നെ അറിയാമെന്ന് സണ്ണി ജോസഫ്. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കാത്തിരിക്കുകയാണെന്ന് മുസ്ലിം ലീഗ്. പ്രഖ്യാപനം വൈകിയത് ഭരണസ്തംഭനമല്ല. ലീഗ് മന്ത്രിമാർ അടക്കമുള്ള മറ്റു തീരുമാനങ്ങൾ ഉടനുണ്ടാകും. തീരുമാനമെടുക്കാൻ സാദിഖ് അലി തങ്ങളെ ചുമതലപ്പെടുത്തി. ലീഗ് നേതൃത്വവുമായി സോണിയാഗാന്ധി സംസാരിച്ചിട്ടില്ലെന്നും യോഗത്തിന് ശേഷം പി.കെ. കുഞ്ഞാലിക്കുട്ടി. ഇങ്ങനെ തോറ്റതെങ്ങനെയെന്ന് പരിശോധിച്ച് CPM. സംസ്ഥാന കമ്മിറ്റി തുടരുന്നു. പിണറായി വിജയനും M.V. ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനത്തിന് സാധ്യത. പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് അജണ്ടയിലില്ല. പിണറായി തന്നെയാകുമെന്ന സൂചന. MLA-മാരുടെ പിന്തുണയുമായി തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ട് നേടി വിജയ്. 22 AEA-DMK നേതാക്കൾ കൂറുമാറി. എതിർത്ത് വോട്ട് ചെയ്തത് 25 MLA-മാർ മാത്രം. DMK വിട്ടുനിന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം കേരളത്തിലേക്കും. 10 സംസ്ഥാനങ്ങളിൽ അന്വേഷണമെന്ന് CBI. ടെലഗ്രാം ചാനലുകളിലും ചോദ്യപേപ്പർ പ്രചരിച്ചു. പുതിയ തീയതി വൈകാതെ പ്രഖ്യാപിച്ചേക്കും. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഇന്നും SFIയുടെ പ്രതിഷേധം. കണ്ണീരോർമ്മയായി അവർ 4 പേർ. മങ്കട കുരങ്ങൻചോലയിൽ ഇടിമിന്നലേറ്റ് മരിച്ചവർക്ക് വിട നൽകി നാട്. സംസ്കാരം അല്പസമയത്തിനകം. പരിക്കേറ്റ 3 പേർ ഇപ്പോഴും ചികിത്സയിൽ. കാസർഗോഡ് കടന്നൽ കുത്തേറ്റ് അധ്യാപകന് ദാരുണാന്ത്യം. മരിച്ചത് ബ്ലാന്തോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ. കടന്നൽ കുത്തേറ്റത് വീടിന് സമീപത്ത് വെച്ച്. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കുഴിയിൽ വീണു. കടന്നലുകൾ കൂട്ടമായി കുത്തി. ഇറക്കുമതി തീരുവ കൂട്ടിയതിന് പിന്നാലെ സ്വർണ്ണവിലയിൽ വൻ വർധന. ഗ്രാമിന് 1275 രൂപയും പവന് 10,200 രൂപയും വർദ്ധിച്ചു. ഒറ്റയടിക്ക് ഇത്രയും വില വർദ്ധിക്കുന്നത് ചരിത്രത്തിലാദ്യം. 1 ഗ്രാം സ്വർണത്തിന് 15,390 രൂപ. 1 പവന് 1,23,220 രൂപ. വെള്ളിവിലയിലും വൻ വർധന. ട്രംപ് ചൈനയിലേക്ക്. നാളെ ചൈനീസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച. പശ്ചിമേഷ്യൻ സംഘർഷം ഉൾപ്പെടെ ചർച്ചയാകും. ഇറാന് നേരെയുള്ള സൈനിക നടപടി പുനരാരംഭിക്കാൻ സാധ്യതയെന്ന് വിലയിരുത്തൽ. യുറേനിയം സമ്പുഷ്ടീകരണം ആണവായുധ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് ഇറാന്റെ ഭീഷണി.